ഹായ് ഓൾ. ഹോം സയൻസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മിനിറ്റ് നോക്കാം അല്ലെ, ആള് വരുന്നുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് ക്ലാസ് ആരംഭിച്ചേക്കാം അല്ലെ. നമ്മള് 17 ചാപ്റ്ററുകൾ വരെയായിരുന്നു എടുത്തു നിർത്തിയിരുന്നത് അല്ലെ. ഇനി നമുക്ക് 19, 20, 21 ആ ഒരു മൊഡ്യൂൾ 4ന്റെ അകത്തുള്ളത് ആ 3 ചാപ്റ്ററുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. 19, 20, 21 ആ 3 ചാപ്റ്ററുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ബാക്കി നമുക്ക് ഒഴിവാക്കിയിരിക്കുന്നതാണ്. ഇപ്പൊ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സിസ് ടു 11 ഇയേഴ്സിലുള്ള അത് 19ാമത്തെ ചാപ്റ്റർ. 20ാമത്തെ അഡോളസൻസ് ആണ്. പിന്നെ 21ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കൺസേൺ ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം പഠിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹോം സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഡെയിലി നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എഴുതാനും പഠിക്കാനും നമ്മുടെ ഓർമ്മയിൽ നിന്ന് എഴുതാനും ഒക്കെ പറ്റുന്നൊരു സബ്ജക്റ്റ് ആണ് ഹോം സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ഏജിലും നമ്മൾ കടന്നു വന്ന നമ്മുടെ ആ ഒരു ഇതാണ് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള ചേഞ്ച്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലെ. എങ്ങനെയൊക്കെയാണ് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവൻ ജനിക്കുന്നത് മുതൽ വളർന്ന് അല്ലെ വലിയൊരു ആളാകുന്നത് വരെ എങ്ങനെയൊക്കെയാണ് ചേഞ്ചുകൾ സംഭവിക്കുന്നത് അല്ലെ. കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ചേഞ്ചുകൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലെ. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ചാപ്റ്റർ 19ാമത്തെ ആണ് കയറുന്നവർക്ക് വേണ്ടിയിട്ട്. പേജ് നമ്പർ ഗൈഡിന്റെ അകത്ത് 89 നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് വലിയ ടെക്സ്റ്റിലാണെങ്കിൽ പേജ് നമ്പർ 78 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വലിയ പുസ്തകത്തിലെ 6 to 11 ഇയേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് ചെറിയ ചാപ്റ്റർ ആണ്. വലിയ പുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം കേട്ടോ. അപ്പൊ അതിനകത്ത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഗൈഡിൽ ഇല്ലാത്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് അതും കൂടെ ഒന്ന് നോക്കി പോണേ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഡ്യൂറിങ് 6 to 11 ഇയേഴ്സ്. അപ്പൊ ആ ഒരു ഇത് നമുക്ക് ആദ്യമേ തന്നെ പുസ്തക ടെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 78 തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്താന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെ, ശാരീരികമായ വികാസം എങ്ങനെയാണ് അല്ലെ. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെ നമ്മൾ ഓരോരുത്തരും വളർന്നു വന്നാൽ നമ്മളിത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ. അപ്പൊ നമുക്കൊന്ന് നോക്കിയേക്കാം. വിവിധ പ്രായങ്ങളിൽ നമുക്കറിയാം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെട്ടെന്ന് ഉയരം കൂടുന്നത് കാണാം. ആദ്യം കുഞ്ഞായിട്ടിരിക്കും, ചിലപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയം വരെ അവർ കുഞ്ഞായിട്ട് പൊക്കം അധികം ഇല്ലായിരിക്കും. ചിലപ്പോൾ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചേഴ്സിന് അറിയാം അവർ പെട്ടെന്ന് അവർക്ക് പൊക്കം വെച്ചു അല്ലെങ്കിൽ കുറച്ച് വണ്ണം കൂടി ചേഞ്ചുകൾ ഉണ്ടായത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ ഓരോ ഏജിൽ എന്ത് സംഭവിക്കുന്നു, അവർക്ക് ശാരീരികമായ വളർച്ച സംഭവിക്കുന്നതിന്റെയാണ് അങ്ങനെ തോന്നുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഏകദേശം 2.5 അല്ലെങ്കിൽ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെ കുട്ടികൾ ഓരോ വർഷവും 5 മുതൽ 7 സെന്റിമീറ്റർ ഉയരവും 2 മുതൽ 3 കിലോഗ്രാം ഭാരവും കൂടുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്യൂട്ടോ അത്. അപ്പൊ നമുക്കറിയാം 2.5 വയസ്സ് മുതൽ 3 എന്ന് വെച്ചാൽ 2.5 വയസ്സ് 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ചേഞ്ച് ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. ഓരോ വർഷവും അവർക്ക് കൂടുന്ന ഉയരം എത്രയാണ്?
5 സെന്റിമീറ്റർ മുതൽ 7 സെന്റിമീറ്റർ വരെ ഉയരം വർദ്ധിക്കും. കിലോഗ്രാം ഓരോ വർഷം എത്ര വെച്ച് കൂടും? 2 മുതൽ 3 കിലോ വെച്ച് ഓരോ വർഷവും എന്ത് ചെയ്യുന്നു? കൂടുന്നുണ്ട്. 9-10 വയസ്സ് വരെ ആൺകുട്ടികളെക്കാൾ ചെറുതായിരിക്കുന്ന പെൺകുട്ടികളിൽ പലരും പെട്ടെന്ന് ഉയരത്തിലാവുന്നതും കാണാനാവും. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അറിയാം, എങ്ങനെയാണ് 9-10 വയസ്സ് വരെ എന്തായിരിക്കും? പെൺകുഞ്ഞുങ്ങൾ താഴെയായിരിക്കും, അവർക്ക് പൊക്കം കുറവായിരിക്കും അല്ലെ? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാലോ അവരുടെ വളർച്ചയുടെ. അപ്പൊ ആൺകുട്ടികൾക്കായിരിക്കും ആ സമയത്ത് എന്താ പൊക്കവും വണ്ണവും ഒക്കെ ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്യും? പെട്ടെന്ന് 10 വയസ്സിന് ശേഷം എന്ത് ചെയ്യും? പെൺകുട്ടികൾക്ക് എന്ത് ചെയ്യും? അതിനുശേഷം ആൺകുട്ടികളെക്കാൾ മുന്നേ പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു? വളരാൻ ആരംഭിക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവർക്ക് പെട്ടെന്ന് പൊക്കം വെക്കുന്നതായിട്ടും വണ്ണം വെക്കുന്നതായിട്ടും ബോഡി ചേഞ്ചുകൾ സംഭവിക്കുന്നത് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ആ ഒരു ഇത് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒന്ന് ടിക്ക് ഇടണം കേട്ടോ. അതിനകത്ത് വൺ വേർഡുകൾ കുറെ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ഒരു വൺ വേർഡ് ആണ്. അപ്പൊ 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളുടെ എങ്ങനെയൊക്കെയാണ് അവർക്ക് ഓരോ വർഷവും 5 മുതൽ 7 സെന്റിമീറ്റർ വരെ ഉയരം വർദ്ധിക്കാൻ 2-3 കിലോ ഒരു വർഷം എന്ത് ചെയ്യും? വെയിറ്റും വർദ്ധിക്കാനുള്ള വർദ്ധിക്കുന്നുണ്ട്. പിന്നെ 9-10 വയസ്സ് വരെ എന്ത് ചെയ്യുന്നു? അത് ഓർത്ത് വെക്കണം. 9-10 വയസ്സ് വരെ ആൺകുട്ടികളെക്കാൾ ചെറുതായിരിക്കും പെൺകുട്ടികൾ. 10 വയസ്സിന് ശേഷം എന്ത് ചെയ്യുന്നു? ആൺകുട്ടികളെക്കാൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? വളർച്ച ആർക്ക് കൂടുന്നു? പെൺകുഞ്ഞുങ്ങൾക്ക് കൂടുന്നു. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഓർത്തു വെച്ചോണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വേർഡുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് ഓർത്തു വെക്കുക. എന്താണ്? ശാരീരികമായ വികാസത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഏതാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? വാട്ട് ഡു യു മീൻ ബൈ ഗ്രോത്ത് സ്പോട്ട്? സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച കുതിപ്പ് എന്ന് പറഞ്ഞാല് എന്താണ്? ഒറ്റ സെന്റൻസിലേ ഉള്ളൂ അത് കൊടുത്തിരിക്കുന്നത്. എന്താണ്? 11-13 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഉയരവും ഭാരവും പെട്ടെന്ന് വർദ്ധിക്കുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എന്താ? വളർച്ചാ കുതിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞായിരുന്നു 10 വയസ്സിന് ശേഷമാണ് വളർച്ച ആരംഭിക്കുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? 11 വയസ്സ് മുതൽ എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ ശാരീരികമായ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ 11-13 വയസ്സ് വരെ എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ഉയരവും ഭാരവും എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അങ്ങ് വർദ്ധിക്കുന്നു. അതിന് പറയുന്ന പേരാണ് എന്താ? ഗ്രോത്ത് സ്പോട്ട്. ഓർത്ത് വെച്ചോണേ. വൺ വേർഡ് ആണ്. 1 മാർക്കിന്റെ അല്ലെ ചോദിക്കാം, 2 മാർക്കിനും ചോദിക്കാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിച്ചോളൂ കേട്ടോ അത്. പിന്നെ അടുത്ത ഏതാണ്? ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് എ ചിൽഡ്രൻ ഇൻ 6 to 11 years. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. എന്താണ്? 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വികാസത്തിൽ ഉണ്ടാകുന്ന സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പൊ അവർക്ക് ശാരീരികമായ സവിശേഷതകൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എന്താണ്? ശാരീരിക അനുപാതത്തിന്റെ വ്യതിയാനങ്ങൾ. ഇപ്പൊ നമ്മള് കുട്ടികളുടെ ശാരീരികമായിട്ട് ഉള്ള ഹൈറ്റ്, വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ തല ശരീരത്തിന്റെ 1/6 വലിപ്പമായിരിക്കും. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യൂ കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തിടണം. 6 വയസ്സ് മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ തല എത്രയായിരിക്കും? ശരീരത്തിന്റെ ഭാരത്തിന്റെ എത്രയായിരിക്കും? 1/6 ആയിരിക്കും. പ്രായപൂർത്തിയാവുമ്പോൾ അത് ശരീരത്തിന്റെ 8/1 എന്ത് ചെയ്യുന്നു? മാറും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വളരുന്നതിനനുസരിച്ച് തലയും അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുന്നു? ചെറുതായി തീരുന്നു അല്ലെ? കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ വാവന്മാരുണ്ടായി കിടക്കുന്ന നമുക്കറിയാം. അപ്പൊ അവരുടെ ശരീരത്തിന്റെ വലിപ്പവും തലയുടെ വലിപ്പവും നോക്കുക. കുറച്ച് വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും? ഇപ്പൊ നമ്മളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തലയും ഒരു കുഞ്ഞുവാവ കിടക്കുന്ന അവരുടെ തലയും അവരുടെ ബോഡിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാലോ. ഇപ്പൊ തലയും ബോഡിയും ഏകദേശം കുറച്ച് വ്യത്യാസമേ ഉണ്ടാവുള്ളൂ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞപ്പോ. അവര് കുറച്ചൊക്കെ വളരുന്നതനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും? ആ തലയിൽ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കും അല്ലെ? അപ്പൊ 6-8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ തല അവരുടെ ശരീരത്തിന്റെ എത്രയായിരിക്കും? 1/6 അല്ലെ? 6 ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗം ഏതായിരിക്കും? തല. അങ്ങനെ ആയിരിക്കും അല്ലെ? പിന്നെ വളരുന്നതനുസരിച്ച് എന്ത് ചെയ്തോണ്ടിരിക്കും? 8/1 മാറും. അപ്പൊ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? തല എന്ത് ചെയ്തോണ്ടിരിക്കും എന്ന് പറഞ്ഞേ? ചെറുതായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്തോണ്ടിരിക്കുക? വലുതായിക്കൊണ്ടിരിക്കുകയാണ്. മധ്യവാര്യത്തിലും മുഴുവൻ പേശികളോടൊപ്പം മികച്ച രീതിയിലുള്ള പേശികളും അതിവേഗം എന്ത് ചെയ്യുന്നു? വികാസം പ്രാപിക്കുന്നു. നമ്മുടെ മസിലുകളൊക്കെ എന്ത് ചെയ്യുന്നു? വികാസം പ്രാപിക്കുന്നു. അതിന്റെ അകത്തെ എല്ല്, പല്ല്, പേശി എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മസിൽസ് അങ്ങനെയുള്ള അതിനൊക്കെ എന്ത് ചെയ്യുന്നു? എല്ല്, ടീത്ത്, ബോണ്, മസിൽസ് എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു കുട്ടിക്ക് 3 വയസ്സിൽ എത്ര പല്ലുണ്ടാവുന്നു? 20 പല്ലുണ്ടാവുന്നു. അതൊരു ചോദ്യമാണ്, ചോദിച്ചിട്ടുണ്ട് അല്ലെ?
ഒരു കുട്ടിക്ക് 3 വയസ്സിൽ എത്ര പല്ല് വരും? 20 പല്ല് വരും. എന്നാൽ മധ്യബാല്യമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? 28 ആവും. ആ 20 ആദ്യത്തെ പാൽപ്പല്ല് എന്ത് ചെയ്യുന്നു? പൊഴിഞ്ഞു പോയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ അടുത്ത പല്ലുകൾ ഉണ്ടാവുന്നു. അത് എത്ര എണ്ണമാണ്? 28 പല്ലുകൾ എന്ത് ചെയ്യുന്നു? വരുന്നു. അപ്പൊ ഓർത്ത് വെച്ചോണേ, മിൽക്ക് ടീത്ത് കേട്ടോ, പാൽപ്പല്ലുകള് ഓർത്ത് വെച്ചോണം. അതിന്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട്, 20 എണ്ണമാണ്. അത് കഴിഞ്ഞിട്ട് പൊഴിഞ്ഞിട്ട് വരുമ്പോ എത്ര എണ്ണമാണ്? 28 പല്ലുകളാണ്. അത് എങ്ങനെയുള്ള പല്ലുകളാണ്? പെർമനന്റ് ടീത്ത് ആണ്. ഓർത്ത് വെച്ചോണേ, പെർമനന്റ് ടീത്ത് ഉണ്ട്, മിൽക്ക് ടീത്ത് ഉണ്ട്. പിന്നെ നമ്മൾ ഒരു പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പല്ല് വരും? 32 പല്ലുകൾ ഉണ്ടാവും നമ്മൾക്ക്. ഇപ്പൊ എല്ലാവർക്കും അല്ലെ, നമുക്ക് എത്ര പല്ല് വരും? നമുക്ക് പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എത്ര പല്ല് വരും? 32 പല്ല് വരും. അപ്പൊ മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണമാണ്? പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? 20 എണ്ണം. ആ പാൽപ്പല്ല് പൊഴിഞ്ഞു കഴിയുമ്പോൾ എത്ര പല്ല് വരും? 28 പല്ല് വരും. അതിനുശേഷം നമുക്ക് പ്രായപൂർത്തി ആകുമ്പോഴത്തേക്കും ബാക്കിയുള്ള പല്ലുകൾ 32 എണ്ണം തികച്ച് വരും. മധ്യബാല്യത്തിലൂടെ ശരീരത്തിലെ എല്ലാ അസ്ഥികളും രൂപം കൊള്ളുന്നു. അവ ശക്തിയിലും വലുപ്പത്തിലും വളരുകയും ചെയ്യുന്നു. മധ്യ കുട്ടിക്കാലത്ത് അസ്ഥികൾ കരുത്താകാൻ ആവശ്യമായ കാൽസ്യം ഉണ്ട്. എല്ലാ അസ്ഥികളും കൊഴുപ്പും പേശികളും കൊണ്ട് മൂടിയിരിക്കുന്നു. പെൺകുട്ടികൾക്ക് എല്ലുകൾക്ക് ചുറ്റും പേശികളെക്കാൾ കൊഴുപ്പ് കൂടുതലാണ്. ഇപ്പൊ ഫാറ്റ് കൂടുതലുള്ള ആർക്കാണ്? പെൺകുഞ്ഞുങ്ങൾക്കാണ്. 7 മുതൽ 8 വയസ്സ് വരെ പെൺകുട്ടികൾക്ക് അവരുടെ കൈകളിലും കാലുകളിലും എല്ലാം പേശികളെക്കാൾ കൂടുതൽ കൊഴുപ്പ് ഉണ്ടാകുന്നു. അതേസമയം ആൺകുട്ടികൾക്ക് കൊഴുപ്പിനേക്കാൾ കൂടുതൽ എന്തുണ്ട്? മസിൽസ്, പേശികളുണ്ട്. അതുകൊണ്ടാണ് പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികൾക്ക് കൂടുതൽ ശക്തി. ആൺകുട്ടികൾക്ക് കൂടുതൽ ദൂരം ഓടാനും ഉയരത്തിൽ ചാടാനും കഴിയുന്നത് എന്തുകൊണ്ടാണ്? മസിൽസിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ്. ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചേക്കുന്നത് എന്താണ്? റൈറ്റ് അബൌട്ട് ദ മോട്ടോർ ഡെവലപ്മെന്റ് ഓഫ് ദ ചിൽഡ്രൻ 6 to 11 ഇയേഴ്സ്. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കായികക്ഷമതാ വികസനത്തെ കുറിച്ച് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളൂ. ഇപ്പൊ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചിലർ ഓടുന്നു, ചിലർ ചാടുന്നു, മറിയുന്നു, അല്ലെ, ഇടുങ്ങിയ വഴികളിലൂടെ കുതിക്കുന്നു, അല്ലെ, സ്റ്റീപ്പായിട്ട് കിടക്കുന്ന അതിന്റെ മേളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? അവര് വലിയ ഡൈവ് ചെയ്ത് ചാടുന്നൊക്കെ നമുക്ക് കാണാറുണ്ട്, അല്ലെ. അപ്പൊ നമുക്ക് കാണുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കര പേടി തോന്നും, അല്ലെ. നമ്മുടെ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ഓടിച്ചാടിയൊക്കെ നടക്കണാണെങ്കിലും നമുക്ക് ഇപ്പൊ അവർ ഇത് കാണിക്കണാകുമ്പോ നമുക്ക് എന്ത് തോന്നും? നമുക്ക് പെട്ടെന്ന് ഒരു ഭയം തോന്നും. പക്ഷെ അവർക്ക് അതിൽ ഭയമൊന്നുമില്ല. അവരെന്ത് ചെയ്തോണ്ടിരിക്കും? അവരുടെ ആ ബോഡിയുടെ അല്ലെങ്കിൽ ശാരീരികമായ ഇതിന്റെ അനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? ഓടിച്ചാടിയൊക്കെ ചെയ്യും. ഈ എല്ലാ പ്രവർത്തനങ്ങളിലും കുട്ടികൾ അവരുടെ പേശികളെ വിവിധതരം ചലനങ്ങൾക്കായിട്ട് ഏകോപിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ശരീരത്തിന് 2 തരത്തിലുള്ള പേശികളുണ്ട്. ഏതൊക്കെയാണ്? വലിയ പേശികളുണ്ട്, കൈകളിലെയും കാലുകളിലെയും. പിന്നെ ചെറുതോ നേർത്തതോ ആയ പേശികളുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? കൈകളിലെ പേശി. അപ്പൊ ഏതാണ്? 2 ടൈപ്പിലുള്ള പേശികളുണ്ട്. ഒന്ന് വലിയ മസിൽസ് ഉണ്ട്, അല്ലെ. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മുടെ കൈകളിലെയും കാലുകളിലെയും ഒക്കെ പേശികൾ അല്ലെ, മസിൽസ് ആണ് അങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ കൈകളിലൊക്കെ ഉള്ളത് ഏതാണ്? ചെറിയ ടൈപ്പ് പേശികളാണ്. വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വിവിധ പേശികൾ ഒരേ ഭാഗത്തുള്ള ചില പേശികളും വ്യത്യസ്ത ചലനങ്ങൾ നടത്തുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഈ നിയന്ത്രണത്തിന്റെ ചില ഭാഗം യാന്ത്രികമായി നടക്കുന്നതാണ്. പേശി നിയന്ത്രണം മൂലമുള്ള ചലനത്തെ പേശികളുടെ ഏകോപനം, മസ്കുലർ കോർഡിനേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ്? ചില കാര്യങ്ങൾ ചിലത് നമ്മൾ നടക്കണം എന്ന് വിചാരിച്ച് നമ്മൾ നടക്കുന്നു, ചിലത് നമ്മൾ അറിയാതെ നടക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ എന്താണ്? പേശി നിയന്ത്രണം മൂലമുള്ള ചലനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേശികളുടെ ഏകോപനം അല്ലെങ്കിൽ മസ്കുലർ കോർഡിനേഷൻ എന്ന് നമ്മൾ പറയുന്നു. പേശികളുടെ ഏകോപനം എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മൃദുവായതും പിന്നെ ഏതാണ്? വലുതായതും. അപ്പൊ ഈ പേശികളുടെ ഏകോപനത്തെ മികച്ച പേശി ഏകോപനം എന്ന് എന്ത് ചെയ്യുന്നു? ചെറുതിനെ നമ്മൾ മികച്ച പേശി ഏകോപനം എന്ന് പറഞ്ഞു. വലിയ പേശികളുടെ ഏകോപനത്തെ എന്താണ്? വലിയ പേശി ഏകോപനം എന്ന് പറയുന്നു. അപ്പൊ ഓടുക, ചാടുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഏതിനകത്താണ് വരുന്നത്? പേശി ഏകോപനത്തിലാണ് ഉൾപ്പെടുത്തുക. അപ്പൊ നിങ്ങൾ അതിനകത്ത് കായികക്ഷമതയെ കുറിച്ച് കഴിയുമ്പോൾ വാരി വലിച്ച് പഠിക്കേണ്ട, അതിൻ്റെ അകത്ത് എന്നാന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അത് ടെസ്റ്റിനകത്ത് 81ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത്
ഇപ്പൊ മസ്കുലർ കോർഡിനേഷൻ എന്നാണ് അതിന്റെ വൺ വേർഡ് പോലെ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിന്റെ അകത്ത് 81, 82 പേജുകളിൽ. പുസ്തകത്തിൽ നോക്കി പഠിക്കുന്നവർക്ക് അതായിരിക്കും എളുപ്പം, ചെറിയ സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ആ പുസ്തകം കൂടെ ഒന്ന് നോക്കണം കേട്ടോ, നല്ലതായിരിക്കും. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെൻസിറ്റീവ് പീരീഡ്? എന്താണ് സെൻസിറ്റീവ് കാലഘട്ടം എന്ന് പറയുന്നത് എന്താണെന്ന് ടിക്ക് ഇട്ടുള്ളൂ കേട്ടോ. ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി പഠിക്കാൻ കഴിയുന്ന സമയമാണ് എന്ന് പറയാ സെൻസിറ്റീവ് പീരീഡ്. ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി പഠിക്കാൻ കഴിയുന്ന സമയമാണ് സെൻസിറ്റീവ് പീരീഡ്. ഒരു പ്രത്യേക പ്രവർത്തനമോ നൈപുണ്യമോ കാര്യക്ഷമമായി പഠിക്കാനായിട്ട് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരം തയ്യാറാകുന്നു. ഈ പ്രവർത്തനമോ നൈപുണ്യവും മനസ്സിലാക്കാൻ ഈ സമയത്ത് കുട്ടികൾക്ക് പരിശീലനവും പ്രോത്സാഹനവും നൽകണം. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ പരമാവധി വ്യത്യസ്ത പ്രവർത്തനങ്ങൾ പഠിക്കുന്നു. ഉദാഹരണത്തിന് അവര് വ്യത്യസ്ത തരത്തിലുള്ള ഗെയിമുകൾ കളിക്കുന്നു. അതായത് ഈ കാലഘട്ടത്തിൽ പല പേശികളും പക്വത പ്രാപിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്കറിയാം, അവർ ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യും. കുറെ നേരം ഓടും, കുറെ നേരം ചാടും, കുറെ നേരം സൈക്ലിംഗ് ചെയ്യും, പിന്നെ വന്നിരുന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യും അല്ലെ. നമുക്കറിയാം അവര് എന്തൊക്കെയോ കാര്യങ്ങൾ അല്ലെ. കുറെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും അവർ ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ പിരിവിരാന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഒരു നിർദ്ദിഷ്ട പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി പഠിക്കാൻ കഴിയുന്ന ആ ഒരു സമയത്തിന് പറയുന്ന പേരാണ് എന്ന് പറയാ സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? വാട്ട് ഹാപ്പൻ ടു ലാംഗ്വേജ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്? അപ്പൊ മധ്യബാലഘട്ടത്തിൽ ഭാഷയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പൊ കുറച്ചും കൂടെ 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഭാഷ എങ്ങനെയാണ് അവർ പഠിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു കാര്യം. അപ്പൊ ഈ മിഡിൽ ചൈൽഡ്ഹുഡിലേക്ക് വരുമ്പോഴത്തേക്കും അവര് ഭാഷയെ കുറിച്ച് ഒരു കുട്ടിയുടെ അടിസ്ഥാന അറിവ് എന്ത് ചെയ്യുന്നു? പൂർത്തിയാകുന്നു. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയാണ് ഭാഷ, ലാംഗ്വേജിനെ കുറിച്ച് അല്ലെ, അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഇപ്പൊ സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? പതുക്കെ അക്ഷരങ്ങൾ പഠിക്കുന്നു, പിന്നെ അത് കൂട്ടി വായിക്കാൻ പഠിക്കുന്നു, സ്വന്തം എഴുതാനായിട്ട് പഠിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ പഠിക്കുന്നു. അങ്ങനെ കുട്ടിക്ക് ഏകദേശം 14,000 മുതൽ 30,000 വരെ വാക്കുകൾ എന്ത് ചെയ്യുന്നു? ഈ കാലഘട്ടത്തിനിടയിൽ പരിചിതമാകും. ഭാഷ നന്നായി ഉപയോഗിക്കാനും നന്നായി ആശയവിനിമയം നടത്താനുമുള്ള കഴിവും ഈ പ്രായത്തിൽ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥമുണ്ടെന്ന് കുട്ടി മനസ്സിലാക്കുന്നു. വാക്യങ്ങളുടെ രൂപീകരണം നന്നായി മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അവര് ഏകദേശം ആ വാക്കുകളുടെ അടിയിലൊന്നും അണ്ടർലൈൻ ചെയ്യും കേട്ടോ. 14,000 മുതൽ 30,000 വരെയുള്ള വാക്കുകൾ എന്ത് ചെയ്യുന്നു? അവര് പഠിക്കുന്നു കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ ലാംഗ്വേജിൽ നമ്മൾ എത്ര വാക്കുകളാണ് ഏകദേശം ഒന്ന് മനസ്സിലാക്കുന്നതെന്ന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്, റൈറ്റ് അബൌട്ട് ദ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദ മിഡിൽ ഏജ് ചൈൽഡ്. മധ്യകാല കുട്ടികളുടെ സാമൂഹ്യ വൈകാരിക വികാസത്തെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സാമൂഹ്യപരമായ ഏതാണ്? സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവരുടെ എങ്ങനെയൊക്കെയാണ് അവരുടെ പെരുമാറ്റം, എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യുന്നു. അപ്പൊ സാമൂഹ്യ വികസനം അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനകത്ത്? സാമൂഹ്യ വികസനം എന്നാൽ സമൂഹം അംഗീകരിക്കപ്പെട്ട രീതിയിൽ പെരുമാറാൻ പഠിക്കുകയും മറ്റുള്ളവരുമായി ഒത്തുചേരാനുള്ള കഴിവ് വികസിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെ ഇരിക്കണം, മുതിർന്ന ആളുകളെ കണ്ട ബഹുമാനിക്കണം, എഴുന്നേറ്റ് ബഹുമാനിക്കണം, അല്ല അവരോട് സംസാരിക്കണം, അല്ലെ നമ്മളോട് അല്ലെ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് എന്ത് ചെയ്യും? മറുപടി പറയാനും ഒക്കെ എന്ത് ചെയ്യുന്നു? അവര് മനസ്സിലാക്കുകയും ശീലിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ളത്. വൈകാരിക വികസനം എന്നാൽ ഒരാൾ വൈകാരിക നിയന്ത്രണം നേടുകയും അവയെ സാമൂഹ്യമായി അംഗീകരിച്ച രീതിയിൽ പ്രകടിപ്പിക്കാൻ പഠിക്കുകയും ചെയ്യുന്നതാണ്. 6 വയസ്സ് മുതൽ 11 വയസ്സിനിടയിലുള്ള കുട്ടികൾ വികാരങ്ങളിൽ കൂടുതൽ നിയന്ത്രണം നേടാൻ പഠിക്കുന്നു. സാമൂഹ്യ അംഗീകാരമുള്ള മാർഗങ്ങളിൽ വികാരങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രകടിപ്പിക്കുവാനും അവര് പഠിക്കുന്നു. സാമൂഹ്യ വികസനം എന്നത് സാമൂഹ്യ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കുട്ടിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. അതായത് വീട്, സ്കൂള് തുടങ്ങിയ മാതാപിതാക്കള്, സഹപ്രായ കളിക്കാര്, അധ്യാപകര് എന്നിവ കുട്ടികളെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നു. അവയെല്ലാം എങ്ങനെയൊക്കെ സാമൂഹ്യ വികസനത്തെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ പെരുമാറുന്ന പോലെയല്ല അവർ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ. അച്ഛനോടും അമ്മയോടും പെരുമാറുന്ന രീതിയിലായിരിക്കില്ല ടീച്ചേഴ്സിനോടും അവന്റെ കൂട്ടുകാരോടും അവന് പെരുമാറുന്നത്. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോരുത്തരോടും പെരുമാറേണ്ട രീതികൾ എന്ത് ചെയ്യുന്നു? അവര് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ ഒന്നാമതായിട്ട് നമുക്ക് ആരാണ്? മാതാപിതാക്കളാണ് അല്ലെ. പേരൻസിനോട് എങ്ങനെയാണ്?
കുട്ടികളിൽ ആത്മവിശ്വാസം നേടിയെടുക്കുന്ന ഘട്ടമാണ് എന്ന് പറയുക 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആത്മവിശ്വാസം നിറഞ്ഞ മാതാപിതാക്കൾ കുട്ടികളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റും. നല്ല പ്രവൃത്തികളിൽ മാതാപിതാക്കൾ കുട്ടികളെ പ്രശംസിക്കുകയും തെറ്റുകളിൽ ശാസിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികൾ അച്ചടക്ക ശീലമുള്ളവരായിട്ട് മാറുന്നു. അപ്പൊ എന്ത് ചെയ്യണം? അവരൊരു നല്ല കാര്യം ചെയ്താൽ എന്ത് ചെയ്യുക? അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലെ, ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അല്ലെ, ഇപ്പൊ 2-3 പ്രാവശ്യം ആവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്ക് ചെറിയ ശിക്ഷ കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? അവർ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെ, നമ്മൾ മലയാളത്തിൽ പഠിച്ചായിരുന്നു എന്താണ് ചീത്ത എന്ന് അത് അറിയുന്നതും വിദ്യാഭ്യാസം തന്നെയാണ്. ആ വിദ്യാഭ്യാസം പൂർത്തിയാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്ത കാര്യം ചീത്തയാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് തെറ്റ് ചെയ്യുമ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്നും മാറുന്നു. അപ്പൊ ഞാൻ ചെയ്ത തെറ്റാന്ന് ആര് മനസ്സിലാക്കുന്നു? നമ്മുടെ കുഞ്ഞുങ്ങള് മനസ്സിലാക്കുന്നു. അപ്പൊ ആരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പാഠങ്ങൾ അവർ പഠിക്കുന്നത്? മാതാപിതാക്കളിൽ നിന്ന്, അല്ലെ? അവരെ ആത്മവിശ്വാസം ഉള്ളവരാക്കി മാറ്റുന്ന ആരാണ്? മാതാപിതാക്കളാണ്. രണ്ടാമതായിട്ടുള്ള ആരാണ്? പിയർ ഗ്രൂപ്പ്. അവരെ സമപ്രായക്കാരാണ്, അല്ലെ? ഒരേ പ്രായത്തിലുള്ള കളിക്കൂട്ടുകാർ കുട്ടികളുടെ സാമൂഹ്യ വൈകാരിക കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മാതാപിതാക്കൾ തങ്ങളെ ശാസിക്കുമെന്നും അവരെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടെന്നും കുട്ടികൾ മനസ്സിലാക്കുന്നത് ആരിൽ നിന്നുമായിരിക്കും? കളിക്കൂട്ടുകാരിൽ നിന്ന്. അപ്പൊ നമുക്കറിയാം കുറെ കുട്ടികൾ കൂടി കളിക്കുകയോ വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ആരെങ്കിലും പറയും, അയ്യോ ഞാനൊന്നും ഇനി ഇല്ല കേട്ടോ, എനിക്ക് വീട്ടിൽ ചെന്നാൽ വഴക്ക് പറയും, അല്ലെ? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മിഠായി വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോൾ പറയാം, വേണ്ട, വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്നൊന്നും മിഠായി വാങ്ങിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കറിയാം വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവര് ശാസിക്കും, വഴക്ക് പറയും. അത് തെറ്റാണെന്ന് ഉള്ള ബോധം ആർക്ക് വരുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഇത് എന്ന് പറയുന്നത് സ്കൂളാണ്. കുട്ടികളുടെ സാമൂഹ്യ വൈകാരിക തലത്തെ വികസിപ്പിക്കുന്നതിൽ സ്കൂളുകൾ എന്ത് ചെയ്യുന്നു? വളരെയധികം പങ്കുവഹിക്കുന്നു. അധ്യാപകർ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനവും ആത്മധൈര്യവും നൽകുന്നു, അല്ലെ? എപ്പോഴും നമ്മുടെ വീട് വിട്ട് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹോം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏതിനെയാണ്? സ്കൂളിനെയാണ്. സെക്കൻഡ് പേരൻസ് എന്ന് പറയുന്ന ആരെയാണ്? ടീച്ചേഴ്സിനെയാണ്, അല്ലെ? എപ്പോഴും നമ്മുടെ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ 9 മണി അല്ല 9:30 ആകുമ്പോൾ സ്കൂളിൽ എത്തിച്ചേർന്ന 9:30 മുതൽ 4 മണി വരെ, അല്ലെ, സ്കൂൾ വിടുന്ന സമയം വരെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്തരവാദിത്വത്തോടെ നോക്കുന്ന ആരാണ്? ടീച്ചേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് അവർ ചെലവഴിക്കുന്നത്? സ്കൂളിലാണ്, അല്ലെ? ഇപ്പൊ കുട്ടികൾക്ക് അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുക്കാനും അവർ ഏതൊക്കെ മേഖലയിലാണ് അവർക്ക് കഴിവുള്ളതെന്ന് അറിയാനും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പഠിക്കുന്നത് എവിടെ നിന്നാണ്? അവര് സ്കൂളുകളിൽ നിന്നുമാണ്. ഇനി അടുത്തൊരു ചോദ്യം ഏതാണ്? വാട്ട് ഈസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? എക്സ്പ്ലെയിൻ ദ മേജർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ദി മിഡിൽ ഏജ് ചിൽഡ്രൻ. അപ്പൊ മിഡിൽ ഏജ് ചിൽഡ്രന്റെ വൈജ്ഞാനിക വികാസത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അതിന്റെ മലയാളം ഓർത്ത് വെച്ചോണേ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അണ്ടർലൈൻ ചെയ്യുന്നത് വൈജ്ഞാനിക വികസനം. അപ്പൊ എന്താണ്? അവരുടെ ചിന്താശേഷിയെ കുറിച്ചാണ്. ഒരു കുട്ടി ചിന്തിക്കുകയും പ്രശ്നങ്ങൾക്ക് കാരണവും പരിഹാരവും കണ്ടെത്തുകയും ചെയ്യുന്ന മാർഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? വൈജ്ഞാനിക വികാസം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്താ? നമ്മുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരു പ്രശ്നം വന്നു, അപ്പൊ അവന് തന്നെ സോൾവ് ചെയ്യുന്ന, അപ്പൊ ഒരു പ്രശ്നം വന്നു, അതിന്റെ കാരണം മനസ്സിലാക്കുന്നു, പരിഹാരം കണ്ടെത്തുന്നു. അപ്പൊ ആ ഒരു ചെയ്യാനുള്ള അവന്റെ ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയാ? വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത്. 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലയളവിൽ വൈജ്ഞാനിക വികാസത്തിന്റെ വഴിത്തിരിവാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ യുക്തിപരമായി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നു. ആദ്യത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് പെരുമാറുക? ചുമ്മാ, അല്ലെ, ഓടി വരുന്നു, ചാടി വരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ചെയ്യുന്നു, അല്ലെ? കുറെ കഴിയുമ്പോൾ അവർ ആലോചിച്ചായിരിക്കും എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങളും ചെയ്യുക. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഡെവലപ്മെന്റ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? വൈജ്ഞാനിക വികാസത്തിന്റെ ഘട്ടത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഫാന്റസിയും യഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക, അല്ലെ? ആദ്യം നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ കാർട്ടൂണിൽ കാണുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? അത് റിയൽ ആണെന്ന് വിചാരിക്കും, അല്ലെ? അതിനുശേഷമാണ് കുറച്ചും കൂടെ വളരുമ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് യാഥാർത്ഥ്യമല്ല, ഫാന്റസി ആയിരുന്നു. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ത് ചെയ്യുന്നു? അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ മറ്റൊരാളുടെ വീക്ഷണം എന്ത് ചെയ്യാൻ പറ്റുന്നു? മനസ്സിലാക്കാൻ. ഒരാൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഭൗതിക സവിശേഷതകൾ മാറില്ലെന്നൊരു വിശ്വാസം എന്ത് ചെയ്യുന്നു? അവരില് ഉടലെടുക്കുന്നു, അല്ലെ?
ചില കാര്യങ്ങൾക്ക് ചേഞ്ചുകൾ സംഭവിക്കില്ല. അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവുന്ന അങ്ങനെയുള്ള പ്രകൃതി, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിലതൊക്കെ അവരെന്ത് ചെയ്യുന്നു ഒരുപാട് ഇമാജിൻ ചെയ്ത് ഫാന്റസിയിലൂടെ സഞ്ചരിക്കുന്നു കുഞ്ഞുങ്ങൾ. അത് കഴിയുമ്പോഴാണ് അവരെന്തിലേക്ക് വരുന്നത് റിയലിലേക്ക് വരുന്നത്. പിന്നെയോ വർഗീകരണം പഠിക്കുന്നു. അല്ലെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. സമയവും വേഗതയും ഒക്കെ എന്ത് ചെയ്യുന്നു നമ്മുടെ കുഞ്ഞുങ്ങള് പഠിക്കുന്നുണ്ട്. ഈ ഒരു പാഠം വളരെ എളുപ്പമല്ലേ? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമുക്ക് ഓർത്ത് വെച്ചാൽ എഴുതാവുന്നേ ഉള്ളൂ. ആ പേരുകളൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് എന്താണെന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ, സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. ഞാൻ എപ്പോഴും പറയും ക്ലാസ് കഴിയുമ്പോൾ ഒരാവർത്തിയെങ്കിലും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചേച്ചേ അത് പുസ്തകം അടച്ചു വെക്കാവുള്ളൂ. അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ കിടക്കുന്നതിന് മുമ്പെങ്കിലും ഇതൊന്ന് വായിച്ചു നോക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകും. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുകയാണ്. ഓരോ വരി വായിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ പെട്ടെന്ന് ഓർമ്മയിലിരിക്കും, അത് മറന്നു പോവില്ല. അതുകൊണ്ടാണ് ഒരു 2 തവണയെങ്കിലും വായിച്ചേച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങളത് പിന്നെ മറന്നു പോവുകയില്ല. ഇനി അടുത്ത് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. 20ാമത്തെ ചാപ്റ്ററാണ് അഡോളസെൻസ്, കൗമാര കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ 11 വയസ്സ് മുതൽ 18 വയസ്സ് 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഡിഫൈൻ ദ ടൈം അഡോളസെൻസ്, കൗമാരം എന്ന പദത്തെ എന്ത് ചെയ്യാൻ നിർവചിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്ക് ചെയ്തിടണേ. യൗവനാവസ്ഥയ്ക്കും ബാല്യകാലത്തിനും ഇടയിലുള്ള വികസന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, കൗമാരം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? 11 വയസ്സ് മുതൽ 18 19 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാ അഡോളസെൻസ് നമ്മൾ പറയുന്നത്. പൊതുവെ കൗമാര കാലഘട്ടമായി കരുതുന്നത് ഈ കാലഘട്ടത്താണ് വളരെ വേഗത്തിൽ ശാരീരിക ലൈംഗിക വളർച്ച ഉണ്ടാവുന്നതും അവസാനം പക്വത ആർജിക്കുന്നതും എന്ന് പറഞ്ഞാൽ ശാരീരികമായ വളർച്ചാ വികാസമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം. 11 വയസ്സ് മുതൽ 18 19 വയസ്സ് വരെ. നമുക്കത് അറിയാലോ, പറയാതെ തന്നെ അറിയാം. ഓരോ ചേഞ്ചുകൾ അല്ലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ. അപ്പൊ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് നടക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഏതാണ്? 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാ രീതിയിലും എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, വളർച്ച പ്രാപിക്കുന്നു അല്ലെ, മച്ചുവേർഡ് ആവുന്ന ഒരു പ്രായത്തിലേക്ക് അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാ 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ. ഇനി അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? എക്സ്പ്ലെയിൻ ദ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദി അഡോളസെൻസ്, കൗമാര കാലഘട്ടത്തിലെ സാമൂഹ്യ വൈകാരിക വികാസത്തെ കുറിച്ച് എന്ത് ചെയ്യാ വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അഡോളസെൻസിലുള്ള കുട്ടികൾക്ക്, അപ്പൊ കൗമാരക്കാർക്ക് ആദ്യ കാലഘട്ടത്തിൽ പ്രത്യേക ഒരു മാനസികാവസ്ഥയുണ്ട്. അവർ കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളെ കുറിച്ചും മനസ്സിലാവാത്തതിനാൽ അവർ പെട്ടെന്ന് പ്രകോപിതരാകും. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും അവർക്കുള്ളിലെ ഹോർമോൺ പ്രവർത്തനം ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു, പരിഹരിക്കുന്നു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് ഇപ്പൊ ഏകദേശം അല്ലെ നമ്മുടെ എല്ലാവരും ഏകദേശം 18 19 20 അല്ലെ ആ ഒരു ഈ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. അപ്പൊ എന്താണ്, പെട്ടെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് ഇമോഷൻ ആവും, പെട്ടെന്ന് സങ്കടം വരും, അല്ലെ പെട്ടെന്ന് സന്തോഷിക്കും ഓവറായിട്ട് അല്ലെ, അങ്ങനെ ഉള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ വളർച്ച അതിനെ കുറിച്ച് ആദ്യം ഒന്നും എന്ത് ചെയ്യുന്നില്ല, അല്ലെ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ചേഞ്ചുകൾ അപ്പൊ ഓടിച്ചാടി കിടന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ശാരീരികമായ ചേഞ്ചുകൾ സംഭവിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഒതുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്ത് ചെയ്യും, തന്നിലേക്ക് തന്നെ ഒതുങ്ങി പോകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാ ഈ ഒരു അഡോളസെൻസ് എന്ന് പറയാ. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് അവർക്ക് മനസ്സിലാകില്ല അവര് ഈ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചുകൾ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, ഇത് എന്താണെന്ന് അറിയുന്നില്ല, ആരോടും ചോദിക്കാനുള്ള മടി കാരണമൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ ഉൾവലിഞ്ഞു പോവാനായിട്ട് ഒരു കാരണമാകുന്നു. പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇത് ഒക്കെ എന്തുകൊണ്ടാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിനുശേഷം ഈ ഹോർമോൺ പ്രവർത്തനം തന്നെ എന്ത് ചെയ്യുന്നു, അത് തന്നെ പരിഹരിക്കുന്നു. സാമൂഹികമായി അവർ എല്ലായ്പ്പോഴും സമപ്രായക്കാരോടായിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യാ, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടായിരിക്കും, പിയർ ഗ്രൂപ്പുകളോടായിരിക്കും, സമപ്രായക്കാരോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. അവരുമായിട്ടാണ് കൂടുതൽ ചെലവഴിക്കുക. മാതാപിതാക്കളുമായിട്ട് എപ്പോഴും കലഹിക്കുന്ന ഒരു പ്രായമാണ്, ടീച്ചേഴ്സുമായിട്ട് കലഹിക്കുന്ന ഒരു പ്രായമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കാനും ഉൾക്കൊള്ളാനും ചിലപ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യും, അവര് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അതിനുശേഷം അവരെന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞത് ശരിയല്ല കേട്ടോ എന്ന് അവർ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു പറയും.
ഇപ്പൊ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുകയാണ്, ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ അവർ ചിലപ്പോൾ മിസ്സേ അത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറയും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, മിസ്സേ പറഞ്ഞ ശരിയായിരുന്നു കേട്ടോ, അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യും, തിരിച്ച് റിയാക്ട് ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം വീട്ടിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഒക്കെ നമ്മുടെ കുട്ടികൾ എപ്പോഴും പെട്ടെന്ന് എടുത്തിയാടി തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പൊ ഈ അഡോളസെൻസിലുള്ള കുട്ടികൾക്ക് എന്താണ് സ്വന്തമായ സംസ്കാരം, മൂല്യങ്ങൾ, ഭാഷ, വസ്ത്രധാരണ രീതി, സംഗീതം, മഴ, ഇഷ്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ട്. ചങ്ങാതിമാരെ ഉണ്ടാക്കാൻ കഴിയാത്തവർ പോലും അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും, വിഷാദ രോഗത്തിലേക്ക് പോലും എന്ത് ചെയ്യാം, എത്തിച്ചേരാം. അതായത് അപകടകരമായ പ്രത്യാഘാതങ്ങൾ, ആത്മഹത്യാ നിരക്ക് കൂടുന്ന ഒരു കാലഘട്ടമാണ്. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു, നമുക്കറിയാം നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താണ് ഇമോഷൻസ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയാതെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് പോയി ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് പറയുന്ന നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് പറയാൻ കഴിയണം, നമ്മുടെ വീട്ടിലുള്ളവരോട് പറയാൻ കഴിയണം. എന്ത് കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും ആയിക്കോട്ടെ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ഷെയർ ചെയ്യുക. എന്തും ആയിക്കോട്ടെ അവരോട് പറയൂ. എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാം, ഷെയർ ചെയ്താൽ നമ്മുടെ മനസ്സിന്റെ പകുതി ഭാരം കുറയും അല്ലെ. ചിലപ്പോ അവർ ആദ്യം എന്ത് ചെയ്യും, ചിലപ്പോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, അവരത് മനസ്സിലാക്കും കേട്ടോ. ചാടിക്കേറിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ആ ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് പറയണത്. എന്ത് ചെയ്യാം, നമുക്ക് പല പല ഇഷ്ടങ്ങളുണ്ട്. നമുക്ക് കൂട്ടുകാരോട് കൂടുതൽ സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടമാണ്. മാതാപിതാക്കളോ മറ്റുള്ളവരോ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല എന്ന് തോന്നും. എന്നെ മനസ്സിലാക്കാൻ എന്റെ അച്ഛനോ അമ്മയ്ക്ക് കഴിയുന്നില്ല, ടീച്ചേഴ്സിന് കഴിയുന്നില്ല, അല്ല മറ്റുള്ള ബന്ധുക്കൾക്ക് കഴിയുന്നില്ല എന്നൊക്കെ തോന്നും. സമപ്രായക്കാരായ ആളുകൾ എങ്ങനെയാണ്, ഒരേ പ്രായക്കാരാണ്. അപ്പൊ ഇവരുടെ ഇമോഷൻസ് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നീട് ഇവര് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് പെട്ടെന്ന് നമ്മുടെ പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. അവര് നമ്മുടെ ആ കാലഘട്ടത്തിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികളെ അളക്കും. അപ്പൊ അതും എന്താണ് ഒരു പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുക, പേരൻസുമായിട്ടൊന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. പേരൻസ് ആണെങ്കിലും തിരിച്ചും കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, നമുക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു എന്താണ്, നമുക്ക് ആദ്യം ചെന്ന് നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ആരുമായിട്ടായിരിക്കണം, നമ്മുടെ പേരൻസുമായിട്ട് ആയിരിക്കണം അല്ലെ. എന്നാൽ അതാണ് എന്നും എന്ത് ചെയ്യുക, നിലനിൽക്കുന്ന ഒരു ബന്ധം എന്ന് പറയാം. കൂട്ടുകാരുമായിട്ടുണ്ട്, കൂട്ടുകാരോട് നമുക്ക് പറയാം, കൂട്ടുകാരോട് പറയാവുന്നതും പറയാം എല്ലാം നമുക്ക് ആരോട് പറയാം, നമ്മുടെ മാതാപിതാക്കളോട്, അമ്മയോടോ അച്ഛനോടോ അല്ലെ. നല്ലൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം തുറന്നു പറയാം. നമ്മുടെ ബ്രദേഴ്സിനോടും സിസ്റ്റേഴ്സിനോടും പറയാം അല്ലെ. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ കുറെ ടെൻഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് അബൌട്ട് ദ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ അഡോളസൻസ് പീരീഡ്. കൗമാര കാലഘട്ടത്തിലെ ഭാഷാ വികസനത്തെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാലോ 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പൊ മധ്യ കാലഘട്ടത്തിലെ അവസാനത്തോടുകൂടി കുട്ടി ഏകദേശം എന്താണ് 4000 മുതൽ 5000 വരെ വാക്കുകൾക്ക് എന്ത് ചെയ്യുന്നു, അവര് പരിചിതമാകുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഇതിനകം പഠിച്ച പദാവലി കൂടുതൽ ഉപയോഗിച്ചതോടെ കൗമാരക്കാരുടെ ഭാഷ നിഷ്പ്രയാസം എന്ത് ചെയ്യുന്നു, സങ്കീർണമാകുന്നു. പദാവലിയിൽ കൂടുതൽ പദങ്ങൾ ചേർക്കാനും സങ്കീർണമായ വാക്യങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് കഴിയുകയെല്ലാം നന്നായി എന്ത് ചെയ്യും, ആശയവിനിമയം നടത്താനും അവരെന്ത് ചെയ്യുന്നു, അവരെ സഹായിക്കുന്നു. നാടൻ ഭാഷകളും ഹ്രസ്വ വാക്കുകളും കൗമാരക്കാര് ഉപയോഗിക്കുക. അപ്പൊ അഡോളസൻസിന്റെ ഭാഷയുടെ കാര്യമാണ്. അപ്പൊ അവർ പഠിക്കുന്ന ഏകദേശം എത്ര വാക്കുകൾ വരെ അവർക്ക് പരിചിതമാകുന്നു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കണേ. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഏതാണ്, ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ദി അഡോളസൻസ്. കൗമാരകാലത്തെ വൈജ്ഞാനിക വികാസത്തെ കുറിച്ച് നമ്മളോടൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു കുട്ടി കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് അവൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, കഴിയുന്നു. കൗമാര പ്രായത്തിൽ എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവുന്നു. സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും സങ്കല്പിക്കാൻ അവർക്ക് കഴിയുന്നു. വസ്തുതാപരമായ ആശയങ്ങളെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ചിന്തിക്കാനായിട്ട് കഴിയുന്നു. അതിനപ്പുറം കൗമാരക്കാർ കുറെ കൂടി ചിട്ടയോടും പക്വതയോടും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, ചിന്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഇനി നമുക്ക് അടുത്തത് സ്കൂളുകളിലൊക്കെ ചെയ്യുന്നതാണ്. 5ാമത്തെ, എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് ഗിവിംഗ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ അഡോളസൻസ്. കൗമാരക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എപ്പോഴും ഈ ഒരു കാലഘട്ടം നമുക്കറിയാം എന്താണ് നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒരു അല്ലെ
സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അപ്പൊ അത് അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഓരോന്നിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ വരും. ചിലപ്പോൾ പേരൻസ് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അവരുടെ ഓരോ കാലഘട്ടത്തിലെ അവരുടെ വളർച്ചയെ കുറിച്ചും ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ചും ഒക്കെ അവർക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്ന ഒരു അറിവ് കൊടുക്കേണ്ടതിന് അറിവിനെ കുറിച്ചാണ് നമുക്കറിയാം സ്കൂളുകളിലൊക്കെ ഇപ്പൊ അത് കൊടുക്കുന്നുണ്ട് അല്ലെ. കോളേജുകൾ സ്കൂളുകളിലൊക്കെ എന്താണ് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ എന്താണ് കൗമാര പ്രായക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. കാരണം കൗമാര കാലഘട്ടത്തിലെ അവസാനത്തോടെ അവൾ എന്ത് ചെയ്യും, ലൈംഗിക പക്വതയുള്ളവനാകുകയും വിവാഹത്തിനും കുടുംബജീവിതത്തിനും തയ്യാറാവുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള അവരുടെ മനോഭാവത്തില് അപ്പൊ ഓരോന്നിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നു, മനസ്സിലാക്കാനും അപ്പൊ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിനോട് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ചില പുസ്തകങ്ങളിലൂടെയോ അല്ലെങ്കിൽ നെറ്റിൽ പഠിച്ചു കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് തെറ്റായ വിവരങ്ങളായിരിക്കും എന്ത് ചെയ്യുക കിട്ടുക. അപ്പൊ നല്ല ക്ലാസ്സുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും എന്ത് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ചിലപ്പോ കുട്ടികൾ പല കുട്ടികളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ നമ്മളോട് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതെന്താന്ന് അവർക്ക് എന്ത് ചെയ്യാ പറഞ്ഞ് കൊടുക്കുക. അത് എപ്പോഴും നിങ്ങൾ ഓർത്തോളൂ. കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുക. അവർക്ക് അവരെന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എന്ത് ചെയ്യാം, ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള നല്ല ക്ലാസ്സുകളുണ്ട്, കേട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ ഭാവിയിലോട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് സഹായിക്കും. അടുത്തൊരു ചോദ്യം എന്താണ്, ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് പേരൻസ്, പിയേഴ്സ്, സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ് ഇൻ ദ പീരിയഡ്സ് ഓഫ് അഡോളസൻസ്. അപ്പൊ അഡോളസൻസിന്റെ കൗമാര കാലഘട്ടത്തിൽ മാതാപിതാക്കളും സമപ്രായക്കാർക്കും സ്കൂളിനും അധ്യാപകർക്കുമുള്ള പങ്ക് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളും അതുപോലെ തന്നെ സ്കൂളും കൂട്ടുകാരും എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിലെ റോൾ ഓഫ് പേരൻസ്. ഈ ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ നിന്നും എപ്പോഴും എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാ. അപ്പൊ എന്ത് ചെയ്യുന്നു, എങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ജോലിയില്ല അല്ലെ. കുട്ടികൾ കുറച്ച് ഹൈറ്റ് വെച്ചു, വെയിറ്റ് വെച്ചു, താടിയും മിശയൊക്കെ വന്നു, പെൺകുഞ്ഞുങ്ങളാണ് വളർന്നിട്ടുണ്ടാവും. അപ്പൊ അവര് എന്ത് ചെയ്യും, വലുതായെങ്കിലും അവര് എപ്പോഴും എന്ത് ചെയ്യുന്നു, ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നു, പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മാതാപിതാക്കൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. ഇപ്പൊ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നടക്കുമ്പോ നീ ഇങ്ങനെയാണോ ഇത് നടക്കുന്നത്, ഇപ്പൊ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, ഈ ഡ്രസ്സ് ഇടാൻ പാടില്ല. അപ്പൊ ആൺകുട്ടികളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അവർ കലഹിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ മാതാപിതാക്കളും ചിന്തിക്കണം, കുട്ടികളും ചിന്തിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓവർ കൺട്രോൾ കൊള്ളുക, പക്ഷേ ഒരു കൺട്രോൾ എപ്പോഴും എന്താണ് ആവശ്യമാണ്. ഓവർ കൺട്രോൾ കുട്ടികളുടെ മേലിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അവരെ ഒരു ഫ്രസ്ട്രേഷനിലേക്ക് നയിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് അനുരൂപമായിട്ട് അവർക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, മാതാപിതാക്കൾ എന്ത് ചെയ്യുക, കുറച്ച് ഫ്രീഡം ഒക്കെ കൊടുക്കുക. പിന്നെ കുട്ടികളും ചിന്തിക്കാൻ നമ്മൾ തെറ്റുകളിലേക്ക് പോകാൻ പാടില്ല. സ്വാതന്ത്ര്യം തന്നോർത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യാനേ പാടില്ല. നമ്മുടെ ലൈഫ് ആഘോഷിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എപ്പോഴും എന്ത് ചെയ്യാം, എപ്പോഴും ഒരു ലിമിറ്റ് കൺട്രോള് ആവശ്യമാണ്. ഇപ്പൊ അഡോളസൻസിലുള്ള കുട്ടികൾ വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാതാപിതാക്കൾ കുറച്ചൊക്കെ ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുന്നു, ഏൽപ്പിക്കുന്നു. ഇപ്പൊ കടയിൽ പോയി സാധനം വാങ്ങിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ഓഫീസുകളിൽ പോവാനോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഏൽപ്പിക്കുന്നു. അവരെന്ത് ചെയ്യുന്നു, അത് ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്യുന്നു. അപ്പൊ അവരെന്ത് ചെയ്യും, അവരെ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ കുടുംബകാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാനും അവരുടെ അഭിപ്രായത്തെ വിലമതിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ താല്പര്യം കാണിക്കാനും കൗമാരക്കാരെ മാതാപിതാക്കൾ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, കുടുംബത്തിൽ എന്തൊരു കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, ഒരു തീരുമാനം എടുക്കാനായിട്ട്. എപ്പോഴും ഫാമിലിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്താണ്, കുടുംബകാര്യങ്ങളിൽ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അപ്പൊ അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഫൈനലൈസ് ചെയ്യാനായിട്ട്. പിന്നെ എന്ത് ചെയ്യാം, അപ്പൊ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെന്ന് കുട്ടികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു, ഈ മാതാപിതാക്കളും കുട്ടികളുമായിട്ടുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും എന്ത് ചെയ്യുന്നു, വർദ്ധിക്കും.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് റോൾ ഓഫ് പേരൻസ്. അത് നിങ്ങൾക്ക് സ്വയം എഴുതാം, നമുക്ക് ചിന്തിച്ചേ എഴുതാവുന്ന കാര്യങ്ങളുള്ളൂ. പിന്നെ റോൾ ഓഫ് പിയേഴ്സ്, സമപ്രായക്കാരുമായിട്ട്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്യുന്ന ആരുമായിട്ടായിരിക്കും? പിയർ ഗ്രൂപ്പുകളായിട്ടായിരിക്കും. അപ്പൊ മാതാപിതാക്കളുടെ ഇടപഴകലിൽ നിന്ന് മാറി ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ആരായിരിക്കും? സമപ്രായക്കാരുമായിട്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്യുന്നു? കുടുംബഘടന അല്ലെ? ഇപ്പൊ നമുക്കറിയാം അണുകുടുംബങ്ങളാണ്, ന്യൂക്ലിയർ ഫാമിലിയാണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്ന ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്താണ്? അണു കുടുംബങ്ങളിലാവുമ്പോ അവരുടെ പ്രശ്നങ്ങളെ കൂടുതൽ സംസാരിക്കാൻ ആളില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളായിരിക്കും, ഒരാളായിരിക്കും. അപ്പൊ എന്താണ്? അപ്പൊ അവർക്ക് സംസാരിക്കാനുള്ള സ്പേസിൽ അച്ഛനും അമ്മയും തിരക്കായിരിക്കും. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാനോ അവരുടെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യാനൊക്കെ അവർക്ക് എന്താണ് പറയാൻ ആരുമില്ല. അപ്പൊ ഓടിച്ചെന്ന് ആരോടായിരിക്കും പറയാ? കൂട്ടുകാരോടായിരിക്കും. ഇപ്പോഴും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്ത് കാര്യവും നമുക്ക് പറയുമ്പോൾ ഒരു 10 തവണ ആലോചിച്ചേച്ച് എന്ത് ചെയ്യാവുള്ളൂ? മറ്റുള്ളവരോട് പറയാവുള്ളൂ. കൂട്ടുകാരായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ. നമ്മുടെ കുടുംബം വിട്ടിട്ട് മറ്റുള്ളവരോട് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ 10 തവണയെങ്കിലും ആലോചിക്കുക. പറയാവോ? അല്ലെ? പറയേണ്ടതാണോ? പിന്നീട് എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീണ് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മള് മറ്റുള്ളവർ പറഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു. ചിലപ്പോൾ നാട്ടിലൂടെ പാടി നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മള് എന്ത് കാര്യം പറയുമ്പോഴും എന്ത് ചെയ്യുക? 10 തവണ ആലോചിക്കുക. പറയണോ? വേണ്ടയോ? അല്ലെ? നമ്മുടെ കൂട്ടുകാർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ? നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഒരാളൊരു കാര്യം പറഞ്ഞു, അവരടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്തോണ്ടിരിക്കും? പറയും. നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ ടീച്ചേഴ്സിനോടും പറയും, ടീച്ചറെ ഇങ്ങനെ ഒരു കേസ് അവന്റെ ഉണ്ട് കേട്ടോ. അല്ലെ? ഇങ്ങനെ പറയുന്ന ഒരു ഇതാണ്. അപ്പൊ എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്ത് വെച്ച് പറയുക. പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചേച്ച് എന്ത് ചെയ്യാം? പറയാം. അല്ലെ? നമുക്ക് തമാശയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വിശ്വസിക്കാവുന്ന ആളുകളോട് മാത്രം എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റോൾ ഓഫ് സ്കൂൾ ആൻഡ് ടീച്ചേഴ്സ്, സ്കൂളിന്റെയും അധ്യാപകരുടെയും പങ്ക്. അല്ല, ഏറ്റവും കൂടുതൽ കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ കുടുംബം ഒഴികെയുള്ള പ്രധാന സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്കൂളാണ്. കൗമാരക്കാരെ നിരവധി സാമൂഹികവും അക്കാദമികവുമായ കഴിവുകൾ പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു? സ്കൂളുകൾക്ക് കഴിയും. അതുപോലെ തന്നെ അവർ പഠനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്ത് ചെയ്യുന്നു? സ്കൂൾ പരിസ്ഥിതിയെയും അധ്യാപകരെയും ആശ്രയിച്ചിരിക്കുന്നു. പിന്നെ സ്കൂളിലെ അച്ചടക്കം വളരെ കഠിനം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് മാനിക്കപ്പെടുന്നില്ലെങ്കിൽ കൗമാരക്കാർക്ക് അക്കാദമിക് ജോലികൾ ആസ്വദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അധ്യാപകർ ശരിയായ പരിശീലനം, ഊഷ്മളത, ഉത്സാഹം എന്നിവ കാണിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാനായിട്ട് സാധിക്കും. അത് പുറത്തു കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് സ്വയം നല്ല അനുഭവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആസ്വദിക്കാനായിട്ട് കഴിയും. പിന്നെ മറുവശത്ത് മോശം പരിശീലനം ലഭിച്ച വലിയ കഴിവില്ലാത്ത അധ്യാപകർ ധാരാളം ജോലിഭാരം, കർശനമായ പാഠ്യപദ്ധതി, ചട്ടങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? പ്രതികൂലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അത് ശരി, നമുക്ക് അറിയാം നമ്മുടെ ഒരുപാട് സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? കുഞ്ഞുങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കുറച്ചും കൂടെ ഫ്രീഡം ആഗ്രഹിക്കുന്നു, കുറച്ചും കൂടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ആരിൽ നിന്നും ആഗ്രഹിക്കുക? ടീച്ചേഴ്സിൽ നിന്നും ആഗ്രഹിക്കുക. അപ്പൊ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യും? അവരെ കൺട്രോൾ ചെയ്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്ക് ആ ഒരു പഠിക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നും, അവർക്ക് ഒരു സംശയം ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പഠനത്തില് പിന്നോക്കം വരും. അത് കുഞ്ഞു ക്ലാസ്സിലാണെങ്കിലും വലിയ ക്ലാസ്സിലാണെങ്കിലും കോളേജുകളിലേക്കാണെങ്കിലും നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുക? ഓവർ കൺട്രോളിങ് കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്താണ്? പഠിക്കാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ആയിട്ടല്ല, എപ്പോഴും അവർക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കുക, പഠിക്കാൻ പറയുന്നത് ചെയ്യുക, കുറച്ചൊക്കെ ഫ്രീഡം കൊടുത്തുകൊണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് എന്ത് ചെയ്യാം? ഉത്സാഹത്തോടെ വരാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു ചോദ്യം എന്താണ്? ഡിസ്ക്രൈബ് ദ ഡെവലപ്മെന്റ് ടാസ്ക് ഡ്യൂറിംഗ് ദ അഡോളസൻസ്. കൗമാര പ്രായത്തിലെ വികസന ചുമതലകൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ അതിന്റെ കൗമാരപ്രായത്തില് സംഭവിക്കുന്ന വിവിധ മേഖലകളില് വികസനം അവരെ വൈകാരികമായ വികാസത്തിൽ വളരെ അല്ലെ, സ്വാധീനമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഒരാളുടെ ശരീരത്തെ അംഗീകരിച്ച് ഫലപ്രദമായി ഉപയോഗിക്കുകയും എന്നതാണ് ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു 11 വയസ്സ് വരെ 18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ എന്ത് ചെയ്യുക? ശാരീരിക വളർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തെ അംഗീകരിച്ചിട്ട് അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക, അല്ലെ, കൊണ്ടുനടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താണ്? 2 ലിംഗത്തിൽപ്പെട്ടവർക്കും പ്രായഭേദമന്യേ പുതിയതും കൂടുതൽ പക്വതയും ഉള്ളതായ ബന്ധം കൈവരിക്കുക. അപ്പൊ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അപ്പൊ ഒരു കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കുറച്ച് എന്താ
അവര് തമ്മിലുള്ള ഒരു ബന്ധം അല്ലെ, എന്താ ചിലപ്പോ നല്ല ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോ എന്ത് ചെയ്യും, അവരുമായിട്ട് അകന്നിക്കാനുള്ളൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ പല രീതിയിലാണ്. പിന്നെ പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആയ സാമൂഹ്യ ലൈംഗിക പങ്കാളിത്തം കൈവരിക്കുക, അതായത് സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആകാനുള്ള കഴിവ് കൈവരിക. 18 ആകുമ്പോഴത്തേക്കും പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നു. ആൺകുട്ടികളും അത് അല്ലെ, ആൺകുഞ്ഞുങ്ങളും എന്ത് ചെയ്യുന്നു, അതുപോലെ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നു സമൂഹത്തില്. പിന്നെ എന്താണ്, ഒരു കൂട്ടം മൂല്യങ്ങൾ കൈവരിക്കുക. ഒരു കരിയറിനായിട്ട് എന്ത് ചെയ്യുന്ന, നല്ലൊരു ജോലിക്ക്, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. വിവാഹത്തിനും കുടുംബ ജീവിതത്തിനും വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. അപ്പൊ 18 വയസ്സ് 19 വയസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, നമുക്ക് വിവാഹ സങ്കല്പങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നു. അപ്പൊ എന്താണ്, നമ്മളെന്താണ്, നല്ലൊരു ജോലി വാങ്ങിക്കണം, അല്ലെ, നല്ലൊരു വീട് വെക്കണം, അല്ലെ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ നമ്മൾ അല്ലെ, നമ്മള് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ്, ഭാവി വധു ഇങ്ങനെയായിരിക്കണം, പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അതുപോലെ തന്നെ എന്റെ ഭാവിയിലെ വരൻ ഇങ്ങനെയായിരിക്കണം ഒക്കെ ഭയങ്കരമായ സ്വപ്നങ്ങളൊക്കെ കാണുന്നു. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നല്ലൊരു ജോലി വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നു. അതൊക്കെ ചെയ്യുന്ന അതിനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് ഏതാണ്, ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മള് അനലൈസ് ദ ടൈപ്പിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്. ഈ അഡോളസൻസ് കൗമാരക്കാരുടെ സാധാരണ സ്വഭാവ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെയാണ് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ, അവരുടെ ഓരോ സ്വഭാവ രീതികൾ പറയുന്നത്. പിന്നെ അവരുടെ വ്യക്തിത്വം മനസ്സിലാക്കും, ഞാൻ ആരാണ്, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അവർക്ക് ചുറ്റുമുള്ള സമപ്രായക്കാരുടെ അവരുടെ ഗുണങ്ങള്, ശാരീരികക്ഷമത, പെരുമാറ്റം അല്ലെ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോ ഞാൻ ആരാണ്, എനിക്ക് ഇവിടെ സ്പേസ് ഒന്നും ഇല്ല അല്ലെ. ഇപ്പൊ വീട്ടിലൊരു വഴക്ക് പറഞ്ഞ അപ്പൊ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പരിപാടികളാണ്, ഒരു വഴക്ക് പറഞ്ഞ വീട്ടിൽ നിന്ന് ചാടി പോകുന്നു, അല്ലെങ്കിൽ എന്താണ്, വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കാതെ പറയുന്നു. അങ്ങനെ പല പല രീതികളുണ്ട് അല്ലെ. അതൊക്കെ ഒരു അവരുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ, ഹോർമോൺ ചേഞ്ചുകൾ ഉണ്ടാവുന്ന. പിന്നെ ഒരു 19 വയസ്സിന് ശേഷം എന്ത് ചെയ്യുന്നു, അവര് പക്വതയാകുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അവര് ഒരു നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാവുന്നു അല്ലെ, അതിലേക്ക് കുടുംബത്തിനെ കുറിച്ച് കൂടുതൽ ബോധവാനാകുന്നു. അങ്ങനെയുള്ളൊക്കെ ഇതിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. പിന്നെ നമ്മുടെ കൗമാരക്കാര് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എന്തൊക്കെയാണ്, അതൊന്ന് ടിക്ക് ചെയ്തിടണം കേട്ടോ. നമ്മുടെ വേരിയസ് പ്രോബ്ലംസ് ഫേസ്ഡ് ദ അഡോളസൻസ്, കൗമാരക്കാർക്ക് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങള് എന്തൊക്കെയാണെന്നാണ് അതിന്റെ പോയിന്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഭക്ഷണ ക്രമക്കേടുകളാണ്, ഭക്ഷണത്തിലെ ക്രമക്കേടുകളാണ്. അല്ല, എന്ത് കഴിക്കണം, എന്ത് കഴിക്കണ്ട, പുറത്തുനിന്നൊക്കെ നമുക്ക് ഈ നമ്മുടെ പരസ്യത്തിൽ കാണുന്നതും അല്ലെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുന്നതുമായ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മേടിച്ച് കഴിക്കുക. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വരുന്ന ഭക്ഷണത്തിലെ ക്രമക്കേട്, ആത്മഹത്യാ പ്രവണതകൾ ഏറ്റവും കൂടുതലുള്ളതാണ്. ചെറിയൊരു കേസിന് പോലും എന്ത് ചെയ്യുന്നു, ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്. സമപ്രായക്കാരുടെ സമ്മർദ്ദം, എന്താണ്, സമപ്രായക്കാരെ കൂട്ടുകാരെ, ഞാൻ നിന്നോട് നീ നിന്നെ വിളിക്കണ്ട, നീ ഇന്നൊരു കാര്യത്തിന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ ഡ്രഗ്സ്, അതുപോലെ ഡ്രിങ്ക്സ്, അങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ തെറ്റുകളിലേക്ക് പോകാനുള്ളൊരു ഉള്ളൊരു കാലഘട്ടമാണ് എന്ന് പറയുക അഡോളസൻസ് എന്ന് പറയുക. അപ്പൊ എന്താണ്, സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമാണ് പല കുട്ടികളും ഇതിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ഈ ദുശീലങ്ങളിലേക്ക് പോവുക. അപ്പൊ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ഇതിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഇതുകൊണ്ടാണ്, സമപ്രായക്കാരുമായിട്ടുള്ള മിംഗ്ലിങ്ങിലാണ്. അപ്പൊ എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ല. നല്ല കൂട്ടുകാരുണ്ട്, ചീത്ത കൂട്ടുകാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോടൊരു തെറ്റ് പറഞ്ഞ, അല്ലെങ്കിൽ നമ്മളെ തെറ്റിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളുക ആ ബന്ധം. അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ബെറ്റർ. അപ്പൊ ആ കൂട്ട് ഞാൻ ഇല്ല കേട്ടോ, ഞാൻ ഇനി തൊട്ടില്ല, എന്നെ വിളിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് മിണ്ടാതെ നടക്കുന്നു മാത്രമേ ഉള്ളൂ. ആ ഒരു ബന്ധം അങ്ങ് തീരുവാണ്. നമ്മുടെ ഭാവിക്ക് കുഴപ്പമില്ല. പിന്നെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഡ്രിങ്ക്സ് ഉപയോഗിക്കാനും, ഡ്രഗ്സ് ഉപയോഗിക്കാനും, സിഗരറ്റ് വലിക്കാനും ഒക്കെ തുടങ്ങി, അത് നമ്മുടെ ഭാവിയെ, നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ ഫാമിലിയെയൊക്കെ എന്ത് ചെയ്യുന്നു, സാരമായിട്ട് ബാധിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. എപ്പോഴും എന്താണ്, ചെറിയ കാര്യത്തിന് വരെ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവുന്നു. പിന്നെ സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആരും പറഞ്ഞ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയാതെ വരുമ്പോൾ എന്താണ്, പെട്ടെന്ന് ആളുകളോട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കയറി ഷൗട്ട് ചെയ്യാനും ബിഹേവ് ചെയ്യാനൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ജൈവിക പ്രശ്നങ്ങളുണ്ട്. കൗമാരപ്രായ ഗർഭധാരണ, ഇപ്പൊ നമുക്കറിയാം, നല്ല സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഇതാണ് എന്താണ്, ഈ ഈ പ്രായത്തിലുള്ള ഗർഭധാരണ. അപ്പൊ അവർക്ക് അതിനെക്കുറിച്ച് ബോധേഡ് അല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ അവർ ഫേസ് ചെയ്യുന്ന
പ്രോബ്ലംസ് ആണ്. പിന്നെ ഒരു 10ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ചേഞ്ചസ് ഇൻ ദ ഒക്കർ സെപ്പറേറ്റ്ലി ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ഇയർലി സ്റ്റേജസ് ഓഫ് അഡോളസൻസ്. കൗമാര കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്കറിയാം അവർക്ക് ഉയരം വർദ്ധിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാമല്ലോ, ഞാൻ പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പുസ്തകത്തില്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശാരീരികമായ വളർച്ച ഉണ്ടാകുമ്പോൾ അതാ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചു നോക്കാമല്ലോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികളുടെയും പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ വായിച്ചു നോക്കുക കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഓഫ് അഡോളസൻസ്. കൗമാര കാലഘട്ടത്തിൽ ശാരീരിക വികസനത്തെ കുറിച്ച് വിശദമാക്കി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ആദ്യമേ ഒന്ന് പറഞ്ഞതാണ്. ഇനി നമുക്ക് 21ാമത്തെ ചാപ്റ്റർ ആണ് കൺസേൺസ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. മനുഷ്യ വികസനത്തിലെ ആശയങ്ങളെ കുറിച്ചും പ്രശ്നങ്ങളെ കുറിച്ചുമാണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെയാണ്? പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാവുന്ന വിവേചനങ്ങളുണ്ട്. പിന്നെ വിദ്യാഭ്യാസം പെൺകുട്ടികളെ എങ്ങനെ സഹായിക്കുന്നതിന് 4 മാർഗങ്ങള് പ്രസ്താവിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമ്മളിപ്പോ പറഞ്ഞു പോയതിന്റെ പോയിന്റുകളായിട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ ചൈൽഡ് ലേബർ, ജുവനൈൽ ഡെലിക്വൻസി അല്ലെ, ഈ യുവാക്കളിലെ പ്രായപൂർത്തിയാവാത്ത ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രായത്തിൽ 16 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളും 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുമാണ് ഏതിൽ വരുന്നത്? ജുവനൈൽ ഡെലിക്വൻസിയിൽ വരുന്നത്. അപ്പൊ ഇതിനകത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് ശിക്ഷയൊന്നും വിധിക്കാൻ പറ്റില്ല. അവരെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റുന്നു, അവിടെയാണ് അവരെ പാർപ്പിക്കുന്നത് അല്ലെ. ആ ഒരു കാലഘട്ടമാണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറയുന്നത്. യുവാക്കളിലെ ഈ കൗമാര കാലഘട്ടത്തിലെ കുറ്റകൃത്യമാണ് ജുവനൈൽ ഡെലിക്വൻസി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ കുറ്റവാളിയായി കണക്കാക്കപ്പെടുന്ന ചില പെരുമാറ്റങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഒരാളെ കുറ്റവാളിയാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡെലിക്വന്റ് ആയിട്ട് കൗമാര കാലഘട്ടത്തിലെ കുറ്റവാളി എന്ന് പറഞ്ഞതാണ്? ഒരാളെ കുറിച്ച് വ്യാജ പ്രചരണം നടത്തുക, അക്രമം നടത്തുക, മോഷണം നടത്തുക, ആത്മഹത്യാ പ്രേരണ, അങ്ങനെയുള്ള നുണകൾ പറയുന്ന, മയക്കുമരുന്ന് കടത്തല്, ലൈംഗിക കുറ്റകൃത്യങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചൈൽഡ് ലേബർ എന്ന് പറഞ്ഞാൽ 14 വയസ്സിന് താഴെയുള്ളത് ഉപജീവനത്തിനായി എന്ത് ചെയ്യുന്നു? ജോലിയിൽ ഏർപ്പെടുന്ന ഏതൊരു കുട്ടിയെയും നമ്മൾ ഏതിലാണ് പെടുത്തുക? ബാലവേലക്കാരൻ. നമുക്കറിയാം അവര് ബാലവേലക്കാരൻ എന്ന് പറഞ്ഞാൽ 14 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെന്ത് ചെയ്യുക? ചിലപ്പോൾ അവരുടെ വീട്ടില് ഉപജീവന മാർഗത്തിന് വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ജോലിക്ക് ഇറങ്ങുന്നത് അല്ലെ. ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയായിരിക്കും അവരെ കൊണ്ടുവരിക. ചിലപ്പോൾ ഈ എന്താണ് നാടോടികളൊക്കെ ആയിട്ട് നടക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നത്. ഇപ്പൊ ബാലവേല അല്ലെങ്കിൽ എന്താണ് ചൈൽഡ് ലേബറിന്റെ കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് ദാരിദ്ര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. പിന്നെയോ അനാഥരും ഉപേക്ഷിക്കപ്പെട്ടവരും തിരസ്കരിക്കപ്പെട്ടവരുമായ കുട്ടികള്, പരമ്പരാഗത തൊഴിലുകൾ, കാഴ്ചശക്തി ഉള്ളവരും. അപ്പൊ എന്താണ്? ഒന്നാമത്തെ കാര്യം ദാരിദ്ര്യമാണ്. രണ്ടാമതായിട്ട് എങ്ങനെയായിരിക്കും? ഇവര് അനാഥരായിരിക്കും, ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും, ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങളായിരിക്കും. പിന്നെ പരമ്പരാഗത തൊഴിലുകളിൽ എങ്ങനെയാണ്? പരമ്പരാഗതമായ തൊഴിൽ, തുന്നൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ്? നല്ല കാഴ്ചശക്തി ഉള്ളവരും വേഗതയുള്ളവർക്കും ആവശ്യകതയുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം പെട്ടെന്ന് ചെയ്യും. പിന്നെ കൂലി കുറവായിരിക്കും, പ്രതികരിക്കാത്തതുമായ തൊഴിലാളികളുടെ ആവശ്യം. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആരെ എടുക്കുന്നത്? ഈ കുഞ്ഞുങ്ങളെ ഈ തൊഴിലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താന്ന് നോക്കി. അസൗകര്യമായ സാഹചര്യങ്ങളിൽ കൂടുതൽ നേരം 12 മണി മുതൽ 16 മണിക്കൂർ വരെ എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യേണ്ടി വരുന്നു. പിന്നെ എന്താണ്? ഇത് പലതരം വൈകല്യങ്ങൾക്കും കാരണമാകുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അവരാരോടൊന്നും പറയില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നു, അല്ലെ നല്ല അടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുക? അവരെ ഈ ജോലികൾ ചെയ്യിപ്പിക്കുന്നത്. പിന്നെയോ പലരും ശുചിത്വമില്ലാത്ത അവസ്ഥയിലായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു ഇത് ചെയ്യുന്നത്. പലപ്പോഴും പകർച്ചവ്യാധികൾ അനുഭവപ്പെടാനും ഈ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇരുന്നായിരിക്കും അവരെന്ത് ചെയ്യുക? ജോലി ചെയ്യുക. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നതിനാൽ രാജ്യത്തെ നിരക്ഷരരുടെ എണ്ണം എന്ത് ചെയ്യുന്നു? കൂടിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ പിന്നെ ബാലവേലക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാനാകും എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പൊ അത്രയൊക്കെ നോക്കുക കേട്ടോ എക്സാമിലേക്ക്. നമുക്ക് അടുത്ത ക്ലാസ് ഇപ്പൊ അത്രയൊന്ന് വായിച്ചു നോക്കുക. എക്സാം നമ്മൾ പഠിപ്പിച്ച ഭാഗത്തുനിന്ന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പൊ അടുത്ത മോഡലിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ 21 ചാപ്റ്ററുകൾ 21 മുഴുവൻ എടുത്തില്ല, കുറച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കുക. പ്രാക്ടിക്കൽ എക്സാം ഇപ്പോഴല്ല, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നടത്തുക. അത് ഇപ്പൊ ഈ നമ്മുടെ ഇതിന്റെ കൂടെ പ്രാക്ടിക്കൽ എക്സാം ഇല്ല. നമ്മൾ പരീക്ഷ എടുക്കുന്ന ഒരു സമയത്താണ് പ്രാക്ടിക്കൽ എക്സാം. അത് ഏതെങ്കിലും സെന്ററുകളിലായിരിക്കും നിങ്ങൾക്ക് തരിക. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ എടുത്തിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള ആ ഒരു സെന്ററുമായിട്ട് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം നടത്തുന്നത്. നമുക്ക് കോളേജുകളിൽ അത് നടത്താറില്ല. അത് വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട, പഠിക്കേണ്ട കാര്യം മാത്രം എടുത്തോളൂ കേട്ടോ. Okay, thank you all of you. പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് പറയും കേട്ടോ, സാറ് അത് പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.